മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ അഞ്ചു വർഷം പൂർത്തിയാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന ആര്യ രാജേന്ദ്രൻ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം? വളരെ നന്നായി പോയി. വളരെ നല്ല 5 വർഷമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷമാണ് കടന്നുപോയത്. ഒരുപാട് അവാർഡുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 31 അവാർഡുകളുണ്ട്. സംതൃപ്തി തോന്നി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും, അത് റോഡിൻ്റെ വികസനമാകട്ടെ, പുതിയ കെട്ടിടങ്ങൾ വെക്കുന്നതാകട്ടെ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതാകട്ടെ തുടങ്ങി എല്ലാ കാര്യത്തിലും വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിലെല്ലാം സംതൃപ്തിയുള്ള കാര്യങ്ങളുമാണ്. അതിനപ്പുറം കുറേ സാധാരണക്കാരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചതും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതും. വീട്, ഞാൻ എപ്പോഴും പറയും, വീട് എന്നെ സംബന്ധിച്ചൊരു വളരെ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. ഞാൻ കണ്ടിട്ടുള്ള ആര്യയിൽ ഏറ്റവും ഒരു മോശം അവസ്ഥയിൽ, സങ്കടകരമായ അവസ്ഥയിൽ കണ്ടത് നമ്മൾ ജോയിയുടെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കാത്തു നിന്നതാണ്. ആ മൃതദേഹം ആണ് കിട്ടിയത് എന്നറിഞ്ഞപ്പോൾ കരയുന്ന ഒരു ആര്യയെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം മരിച്ചു എന്ന് ആ നിമിഷത്തിൽ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് പോയത്. ആ വീട് വെച്ചു കൊടുക്കുന്ന തീരുമാനവും അത് പെട്ടെന്ന് അന്നത്തെ ദിവസം, അതായത് ക്രിമേഷൻ കഴിഞ്ഞ ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ അന്നത്തെ ദിവസം രാത്രി എടുത്ത തീരുമാനമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഫണ്ട് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. റോഷൻ്റെ ഹിയറിംഗ് എയ്ഡ് കളഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് ആ വാർത്തയിൽ അടിയന്തരമായി തന്നെ ഇടപെടുകയും അവരേക്ക് ഇപ്പോഴും കാണാറുണ്ടൊന്നുമില്ല. അവർക്ക് അതെ കാണാറുണ്ട്. റോഷനെ കാണാറുണ്ട്. എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റിലും റോഷൻ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതും ഒരു വൈകാരികമായ ഒരു നിമിഷമായിരുന്നു റോഷൻ്റെ ഹിയറിംഗ് എയ്ഡ്. മേയർ ആകുമ്പോൾ മുതൽ ഒരു ഭാഗത്തു കൂടി വിവാദവും ഒപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ KSRTC വിഷയത്തിലാണ് എങ്കിലും അതോടൊപ്പം തന്നെ പിന്നീട് ആ 10 വിവാദം അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റും? അല്ല, എനിക്കതിൽ നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ അതിൽ നമ്മൾ ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ പ്രയാസം കാണിക്കുകയോ ഒന്നും ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. പ്രത്യേകിച്ച് എനിക്കൊരു വ്യക്തിപരമായി എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. കുട്ടിയെ കൊണ്ട് ഒരു ദിവസം ഓഫീസിലെത്തിയതിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചതിന് അനുകൂലിച്ച് കമൻ്റ് ഇട്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഒരു ഭാഗത്തു കൂടി അന്നും ഒരു സൈബർ അറ്റാക്ക് നടന്നു അല്ലേ? അല്ല, ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തതല്ല, മറ്റൊരാൾ പോസ്റ്റ് ചെയ്തതാണ്. കുട്ടിയെയും കൊണ്ട് പോകേണ്ട സാഹചര്യം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വരും. അമ്മയിൽ നിന്ന് കുട്ടി ഡിറ്റാച്ച്ഡായി നിൽക്കാത്ത ഒരുപാട് സമയങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ ഇറങ്ങുമ്പോൾ കൂടെ വരണം എന്ന് പറഞ്ഞിറങ്ങും. അപ്പോൾ അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. എൻ്റെ വിവാഹ കാര്യത്തിലാകട്ടെ, എൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ, അത്ര അധികം ലീവെടുത്ത് ആ കാര്യത്തിലൊന്നും പോയ ആളല്ല. അതായത് എൻ്റെ ഒഫീഷ്യൽ രംഗത്ത് നിന്ന് പൂർണ്ണമായി വിട്ട് ആ കാര്യങ്ങളൊന്നും ചെയ്ത ആളല്ല. ഇത്തവണത്തെ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം സ്വന്തം തീരുമാനമാണോ അതോ പാർട്ടി തീരുമാനമാണോ? അല്ല, പൊതുവേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വ്യക്തിപരമായ തീരുമാനത്തിനപ്പുറം പാർട്ടിയുടെ പൊതുവായ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മേയറാവുമ്പോൾ പാർട്ടിയാണല്ലോ മേയറാക്കിയത്. MLA-ക്കായ കുറച്ചുകൂടി ആളുകളെ സഹായിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു ആലോചന? അല്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ജനങ്ങളെ സഹായിക്കാൻ, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ ഏതെങ്കിലും പദവി വഹിക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ വിവാദമുണ്ടാക്കുന്ന ആളുകൾ, അവർക്കൊരു പക്ഷേ ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവരാണ് ഇതിൽ വിവാദം കണ്ടെത്തുന്നത്. നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ തന്നെ പലയിടത്തും ആളുകൾ, പല രാഷ്ട്രീയ രംഗത്തുമുള്ള ആളുകൾക്കറിയാം അവരുടെയൊക്കെ 21ാമത്തെ വയസ്സിൽ അവരെന്ത് ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണ് 21ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തലസ്ഥാന നഗരത്തിൻ്റെ മേയറാക്കിയത് ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. ഞാനതിനെങ്ങനെ കാണുന്നു. ഇനിയിപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം ഭാവി അങ്ങ് ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.